ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്വൈത ദീപികയിൽ 8ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനെ കുറച്ചുകൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അതിനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഗുരു സൂചിപ്പിക്കുകയാണ്. അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല, സുഖവും വിലസുന്നു. 3 രജ്ജു സ്വരൂപം അഹിയോടു ഇതന്തയാർന്ന് നിൽക്കുന്നതിനിഹ നിദർശനമാം ഇതോർത്താൽ. അജ്ഞാനവേളയിലും, അതായത് നമ്മൾ അറിവില്ലാതെ ഇരിക്കുന്ന, അജ്ഞാനത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്തും അസ്ഥി ഭാതിയും ഉണ്ട് എന്നും അതുപോലെ തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു എന്നും, അതേപോലെ ഇതിനെ ഉണ്മ, അതേപോലെ തന്നെ ഈ ഉണ്മയെ കാണുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ കാണുന്നു. ഇത് ഇങ്ങനെ വിലസുകയാണ്. ഇവിടെ 3 എന്ന് സൂചിപ്പിക്കുന്നത് അസ്ഥി ഭാതി പ്രിയം. ഇവിടെ ഇതിന് മാറ്റമില്ലാതെ, ഒരു വസ്തുവിന് മാറ്റമില്ലാതെ അത് ഉണ്ട് എന്ന് തോന്നുന്ന ആ സമയത്തും, അതായത് നമ്മുടെ അറിവില്ലാതെ ഇരിക്കുന്ന സമയത്തും ഇതിങ്ങനെയാണെങ്കിലും സത്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ, വേദാന്തത്തിൻ്റെ ഒരു ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കുക. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഇത് മിഥ്യയാണ് എന്ന് പറയുമ്പോൾ, അതേ സമയത്ത് മിഥ്യയാണെന്ന് പറയുമ്പോഴും അതൊരാൾക്ക് അങ്ങനെ തോന്നുമ്പോഴും സത്തയ്ക്ക് മാറ്റമില്ലാതിരിക്കുകയാണ്. ഒരു കയറിൽ, അഹി എന്ന് പറയുന്നത് പാമ്പാണ്, ഒരു കയറിൽ പാമ്പിനെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്നുള്ള പ്രതീതിയുണ്ട്. അതാണ് അസ്ഥി, അതിന് ഭാതി. അപ്പോൾ ഇവിടെ പാമ്പ് ഒരു കയറിൽ കാണുന്നു എന്ന് പറയുമ്പോഴും അവിടെ പാമ്പില്ല, അവിടെ നമ്മുടെ തെറ്റായിട്ടുള്ള ധാരണയാണ്. തെറ്റിദ്ധരിക്കുമ്പോഴും അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കയറ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തെ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴും ഇതിൻ്റെ ഉണ്മയായിട്ട് നിൽക്കുന്നത് സത്ത് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അത് ആ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, സൂക്ഷ്മമായ തലത്തിൽ വിശകലനം ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അറിയില്ല. പലപ്പോഴും കുറേ കഴിയുമ്പോൾ ആളുകൾക്കൊരു ഭയം നേരിടും. ആ ഭയം നേരിടുന്ന സമയത്ത് ഈ പകുതി അന്വേഷണം വിട്ടിട്ട് പോരും. ഈ ജ്ഞാനമാർഗത്തിൽ പോകുന്ന പലരും അങ്ങനെയാണ്. അവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ചാരി നിൽക്കണം. ശുദ്ധമായ ജ്ഞാനത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് വേറെ ഇല്ല. അവനവൻ തന്നെ സ്വപ്രകാശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്വപ്രകാശമാണ് എന്ന്, എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒന്നാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമേ ഒരു ഗുരു, ഒരു ജ്ഞാനി ചെയ്യുന്നുള്ളൂ. അല്ലാതെ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരു ശിഷ്യന് തൻ്റെ സ്വരൂപം എവിടെയാണ് മറഞ്ഞു കിടക്കുന്നത്, എന്തുകൊണ്ടാണ് മറഞ്ഞു കിടക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. മറ്റ് ബാക്കി പ്രക്രിയകൾ അവൻ അതിലൂടെ കടന്നു പോകേണ്ടത്, അവൻ ചിന്തിക്കേണ്ടത്, അവൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ കയറിൽ പാമ്പിനെ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ഈ അജ്ഞാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട്, അറിവില്ലായ്മയെക്കുറിച്ച് വ്യക്തമായിട്ട്, അന്ധകാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കാണുന്ന സമയത്തും ഇത് സത്തയ്ക്ക് മാറ്റമില്ലാതെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ സ്വരൂപത്തെ, നമ്മുടെ സ്വരൂപത്തെ നമ്മൾ വേറെ എന്തോ ആയിപ്പോയി എന്നുള്ള ധാരണയിൽ
ഞാൻ പാപിയാണെന്നും ഞാൻ ദുഃഖിയാണെന്നും ഒക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ അസ്വസ്ഥരായിട്ട് ജീവിക്കാൻ പാടില്ല. അതാണ് നമ്മളുടെ ഏറ്റവും പരമമായിട്ടുള്ള ദുഃഖത്തിന് കാരണമെന്ന് അടിവരയിട്ട് ഗുരു പറയുകയാണ്. അപ്പോൾ ഈ ഒരു ജ്ഞാനത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ, അതിലൂടെ കടന്നു പോകുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഓരോന്നിനെയും നമുക്ക് തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടിയിരിക്കുന്നു. പലപ്പോഴും തിരിച്ചറിവുണ്ടാകുന്നില്ല. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അതിനെ നമ്മൾ എരിച്ചു കളയുകയോ പിഴുതു മാറ്റുകയോ ചെയ്യണമെന്നാണ്. പിന്നീട് അതൊരിക്കലും കിളുത്ത് വരാത്ത രീതിയിൽ. അപ്പോൾ ഈ അജ്ഞാനമാണ് നമ്മുടെ ഈ സ്വരൂപത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനെ അടിവരയിട്ട് ഓരോ ശ്ലോകത്തിലും ഓരോ വരികളിലൂടെയും ഗുരു വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ്. അതൊക്കെ നമ്മുടെ നന്മയെ കരുതി മാത്രമാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കട്ടെ. നമസ്കാരം.